മാനസികമായിട്ടവർ ശരിക്കും തകർന്നൊരു ഇതിലായിരുന്നു. പെട്ടെന്ന് ഒരു ഷിവറിങ് പോലെ വന്നിട്ട് കാർഡിയാക് അറസ്റ്റ് ആയതാണ്. അപ്പോൾ കാശിയിൽ നിന്ന് ചിലപ്പോൾ കുംഭമേളയിലൊക്കെ പോയാൽ ലേറ്റാവും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത്. അവർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിച്ചത്. നമസ്കാരം. തിരുവനന്തപുരം മുട്ടട സ്വദേശികളായ ശ്രീകലയും സ്നേഹദേവും ഇക്കഴിഞ്ഞ ദിവസമാണ് നെയ്യാറിൽ ചാടി ജീവനൊടുക്കിയത്. അതായത് മകൻ്റെ മരണത്തിൻ്റെ ആഘാതം മനസ്സിൽ നിന്നും വിട്ടുപോകാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു ഈ ദമ്പതികൾ ഈ കടുംകൈ ചെയ്തത്. എന്തായാലും ഈ ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് ഈ സ്നേഹദേവിൻ്റെ ഇളയ സഹോദരന്മാരോട് ചില കാര്യങ്ങൾ ഇവർ സംസാരിച്ചിരുന്നു, ഈ ദമ്പതികൾ സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ സഹോദരന്മാരുടെ ഭാര്യമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഈ മകൻ മരിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു വിഷമമുള്ളതായി നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. മകൻ മോന് മരിച്ചതിന് ശേഷം ചേട്ടനും ചേച്ചിയും ആ ഒരു ഇതിലായിരുന്നു. മാനസികമായിട്ടവർ ശരിക്കും തകർന്നൊരു ഇതിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവർ ട്യൂഷൻ ഫീൽഡിൽ രണ്ടുപേരും അധ്യാപകരായിരുന്നു. അപ്പം അതൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തി. പിന്നെ അവർ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ സ്വത്തെല്ലാം അതിലേക്കാക്കി ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പോയതാണ്. പിന്നെ അമ്പലങ്ങളിൽ അവരുടെ ആ ദുഃഖം ഇത് ചെയ്ത് അവർ അമ്പലങ്ങളിൽ എല്ലാ ദിവസവും ഒക്കെ പോവും. രാത്രിയൊക്കെ വൈകി ഒക്കെ വരും. പക്ഷേ ഇങ്ങനെ ഒരു യാത്ര പറയാതെയാണ് അതെന്താണെന്നുള്ളതും. ഈ ശ്രീദേവ് എങ്ങനെയാണ് മരണപ്പെടുന്നത്? മോൻ ലോ അക്കാഡമിയിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. പെട്ടെന്ന് ഒരു പനി പോലെ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് പേരൂർക്കട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ അവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പിന്നെ ECG എടുത്ത് നോക്കി. അപ്പോൾ ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെബുലൈസേഷൻ കൊടുത്തു. നെബുലൈസേഷൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഷിവറിങ് പോലെ വന്നിട്ട് കാർഡിയാക് അറസ്റ്റ് ആയതാണ്. അപ്പോൾ അത് എന്തോ സംതിങ് നമുക്ക് ചികിത്സ നന്നായിട്ട് കിട്ടിയില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെയും പരാതിക്കൊന്നും പോയില്ല. ചികിത്സാപ്പുഴമാണ് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അച്ഛൻ. അമ്മ അപ്പോഴ് കോഴിക്കോട് വർക്കിങ്ങിലായിരുന്നു. അപ്പം അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും അപ്പോഴ് ഇത് പ്രതികരിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ആ ഒരു ദുഃഖം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരു മകനേ ഉള്ളൂ. നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം അവരുടെ മനസ്സിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നു. പിന്നെ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി 12-12:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അപ്പം തലേ ദിവസമൊക്കെ ഞങ്ങളോട് വന്ന് ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകുന്നു എന്നാണ് പറഞ്ഞത്. 3-ാം ആണ്ടാണ് ഇതിൻ്റെ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ കാണത്തില്ല. കാശിക്ക് പോകും. അപ്പോൾ കാശിയിൽ നിന്ന് ചിലപ്പോൾ കുംഭമേളയിലൊക്കെ പോയാൽ ലേറ്റാവും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അഥവാ ഞങ്ങൾ വന്നില്ലെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു ദൈവഭക്തിയുള്ള ആൾക്കാരായിരുന്നു. ഈശ്വരനിൽ വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു. അതെ, എല്ലാ അമ്പലങ്ങളിലും രാവിലെയും വൈകുന്നേരവും എല്ലാ അമ്പലങ്ങളിലും പോയി ആ ഒരു ഇതിൽ മകൻ്റെ ഓർമ്മ ഇങ്ങനെ ഇത് ഫുൾ ടൈം ക്ഷേത്രത്തിലായിരുന്നു. കാര്യം അവർക്ക് മകനില്ലാതെ ഒരിക്കലും ആ വീട്ടിലോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ളതായിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എത്രയും വേഗം ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി അപ്പൂൻ്റെ അടുത്ത് എത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ഇത്രയും വേഗം ഇങ്ങനെ ചെയ്യുന്ന ഈ ട്രസ്റ്റൊക്കെ രൂപീകരിച്ചപ്പോൾ വിചാരിച്ച് ഇനി ട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ അതൊരു പുണ്യപ്രവർത്തനമാണല്ലോ. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അത് അവർ ഇതൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് എത്രയും വേഗം അവൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് അവരെ ലക്ഷ്യം. മകൻ്റെ മരണത്തിന് ശേഷം ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. ജോലിക്ക് ഇടയ്ക്ക് വെച്ചൊരു 1 മന്ത് 1 മാസത്തോളം വർക്ക് ചെയ്തു. പക്ഷേ അത് ചേച്ചിക്കും ചേട്ടനും കൂടുതൽ പറ്റാത്തത് കൊണ്ട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അതിനുശേഷം കൂടുതലും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ രണ്ടുപേരുടെയും സ്വത്തുക്കളെല്ലാം അതിലേക്ക് ഇത് ചെയ്തു. രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഒരു ധനസഹായം എന്നുള്ള രീതിയിൽ ഇവിടെ 20-ാം തീയതി വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തി ധനസഹായം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ആണ് തീർത്ഥാടനത്തിന് പോകുന്നത്. ഇന്നലെ മകൻ മരിച്ച മീൻസ് മലയാള മാസം ആ നാൾ, അതെ ആ നാളായിരുന്നു. അവർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും വിചാരിച്ചത്. എത്ര വർഷമായി ഇവിടെ തന്നെയാണോ താമസം? ഇവിടുത്തെ ഇത് ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്. അപ്പൂസും ഇവിടെ തന്നെയായിരുന്നു. ഇപ്പം എത്ര വർഷമായി ഏകദേശം ഇവിടെ താമസിക്കാൻ തുടങ്ങി? അല്ല, ജനിച്ച് ചേട്ടൻ്റെ കുട്ടിക്കാലം മുതലേ ഇവിടെ തന്നെയാണ്. പിന്നെ മാരേജ് കഴിഞ്ഞു മോനും ഒക്കെ ആയിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. ഈ വീട് തന്നെയാണ് അവരുടേത്. പിന്നെ ആ വണ്ടി മോൻ യൂസ് ചെയ്തിരുന്ന കാറാണ്. അതുപോലെ അവിടെ തന്നെ വെക്കണം. യൂസ് ചെയ്തിട്ട് വേറെ ആരും യൂസ് ചെയ്തിട്ടില്ല. അത് മോന് വേണ്ടി, അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ട്